ഹെൽത്തി ആയൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക്, ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, ഇനി ഇതിലേക്ക് ഏലക്കയാണ് കേട്ടോ, ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അര സ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതാ പൊടിക്കുന്ന ജാറിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ്, ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു അരപ്പും, അര സ്പൂണോളം ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് അധികം എണ്ണയില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലോണം ഈ ഒരു രീതിയിൽ പുരട്ടി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായിലേക്ക്. ഇനി ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ എല്ലാ പീസും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒന്ന് അടച്ച് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ നന്നായിട്ട് കുക്കായി വരും. എന്നിട്ട് നല്ല ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മളിതിനെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരട്ടെ. അതാ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഗ്രീൻ കളറിലുള്ള ഹെൽത്തി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അത്രയും രുചിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.